നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഇതിൻ്റെ വിധിയാണെന്നും പറഞ്ഞ് സ്വയം പഴിക്കാതെ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഫെങ്ഷുവി പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുക എന്നുള്ളതാണ്. ആ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്ത് അതിനെ 9 ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വന്നിട്ടുണ്ടാവും. അതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. ആ നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ സ്വഭാവം നമുക്ക് എന്താണെന്ന് അവിടെ താമസിക്കുന്നതിലൂടെ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇതൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ ഇതിന്റെ നോർത്ത് വെസ്റ്റിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2-5 കോമ്പിനേഷൻ ആണ്. ഇവിടെ നമുക്കൊരു എൻട്രൻസ് വരികയാണെങ്കിൽ ഈ സ്ഥലത്ത് ടോട്ടൽ ലോസ് എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലോസിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 2004 ശേഷം വീട് വെച്ച കിഴക്ക് ദർശനത്തിലുള്ള എല്ലാ വീടുകളും ഞാൻ പറയുന്നില്ല, കിഴക്ക് ദർശനത്തിലുള്ള ചില വീടുകൾ, അതായത് ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്വാധീനം മാറിക്കൊണ്ടേയിരിക്കും. കിഴക്ക് ബേസിലുള്ള ചില വീടുകളിൽ സൗത്ത് ഈസ്റ്റ് കോർണറിന്റെ ഈസ്റ്റിൽ പ്രധാന ഡോർ വന്നിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അവർക്ക് ഈ 5 എന്ന് പറയുന്ന സ്റ്റാർ അവിടെ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. അത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും ടോട്ടൽ ലോസിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഒരിക്കലും എൻട്രൻസ് വയ്ക്കാതിരിക്കുക.